ഹലോ പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. താരീഖിന്റെ മറ്റൊരു ചോദ്യപേപ്പർ, 5ാം ക്ലാസ്സിലെ താരീഖിന്റെ മറ്റൊരു ചോദ്യപേപ്പറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കി ഉത്തരങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ ചോദ്യം യോജിപ്പിക്കാനാണ്, 1 മുതൽ 5 വരെ. നിബിതങ്ങളുടെ ഒട്ടകം കസ്വ, നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തതോ രണ്ടാമത്തത് ഇസ്ലാമിലെ ആദ്യത്തെ ലിഖിത സിവിൽ ഭരണഘടന ഏതായിരുന്നു? മദീന കരാർ. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലെ പ്രഥമ ജുമുഅ ബത്നുവാദിയിൽ വെച്ചായിരുന്നു പ്രഥമ ജുമുഅ. 4 മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സഹാബികളാണ് മുഹാജിറുകൾ. നേരെ എഴുതാം. അടുത്തത് ബദറിൽ മുസ്ലിങ്ങൾക്ക് സഹായമായി ആരാണ്? മലക്കുകൾ എന്നത് നമുക്ക് അവിടെ എഴുതി കൊടുക്കാം. ഇനി പൂർത്തിയാക്കാനാണ്. മദീനയിലെ ആദ്യത്തെ പള്ളിയാണ് മസ്ജിദുൽ ഖുബാ. അടുത്തത് അബ്ദുല്ലാഹിബ്നു സലാം മദീനയിലെ ജൂത പണ്ഡിതനായിരുന്നു. മൂന്നാമത്തെ ചോദ്യം അന്ത്യനാൾ വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങളുടെയും ഈമാനിന്റെ കാരണക്കാർ കൂടിയാണ് ബദരീങ്ങൾ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്, മനസ്സിലാക്കണം കേട്ടോ. അടുത്തതാ ബദർ യുദ്ധം നടന്ന തീയതി ഹിജ്റ 2-ാം വർഷം റമളാൻ 17 നമ്മൾ പൂർത്തിയാക്കി കൊടുക്കണം. ഹിജ്റ 2-ാം വർഷം റമളാൻ 17 എന്ന് പൂർത്തിയാക്കാം. അടുത്തത് 2 വീതം എഴുതാനാണ്. 2 വീതം എഴുതണം. എന്താണ്? മദീനയിലെ ജൂതഗോത്രങ്ങൾ ബനു കൈനുകാ, ബനു ഖുറൈള, അങ്ങനെ 2 എഴുതാം. അടുത്തത് മദീന കരാർ കൊണ്ടുണ്ടായ പ്രധാന നേട്ടങ്ങളാണ് എഴുതേണ്ടത്. മദീന സുരക്ഷിതത്വം നിറഞ്ഞ ഒരു സ്ഥലമായി മാറി, ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി, അങ്ങനെ 2 എഴുതാം. അടുത്തത് മസ്ജിദുൻ നബവി, നിസ്കാരത്തിനു പുറമെ ഉപയോഗിക്കപ്പെട്ട കാര്യങ്ങൾ. എന്തൊക്കെ കാര്യത്തിനാണ് മസ്ജിദുൻ നബവി ഉപയോഗിക്കപ്പെട്ടത്? വിജ്ഞാന കേന്ദ്രം, കോടതി, കൂടിയാലോചന, ഇതൊക്കെ പഠിച്ചിരുന്നു. അതിന് 2 എഴുതാം. അടുത്തതാ ഉത്തരം എഴുതാനാണ്. ആരുടെ വീടിന്റെ മുമ്പിലായിരുന്നു ആദ്യം ഒട്ടകം മുട്ടുകുത്തിയത്? ആരുടെ വീടിന്റെ മുമ്പിലായിരുന്നു? അബുൽ അയ്യൂബ് അൻസാരിയുടെ വീടിന്റെ മുന്നിലാണ്. അടുത്തത് മസ്ജിദുൻ നബവി ഉണ്ടായിരുന്ന സ്ഥലം ദാനം നൽകാൻ തയ്യാറായി ആരാണ്? ബനു നജ്ജാർ ഗോത്രക്കാർ. അടുത്തത് അൻസാറുകളുടെയും മുഹാജിറുകളുടെയും ഇടയിൽ സാഹോദര്യത്തിന്റെ മാനദണ്ഡം എന്തായിരുന്നു? മാനദണ്ഡം ഈമാനായിരുന്നു. അടുത്തത് ബദറിൽ ഷഹീദായ മുസ്ലിങ്ങൾ എത്ര? ബദറിൽ ഷഹീദായ മുസ്ലിങ്ങൾ 14 പേരാണ്. 14. മദീനയുടെ ആദ്യത്തെ പേര് എന്തായിരുന്നു? മദീനയുടെ ആദ്യത്തെ പേര് യസ്രിബ് എന്നാണ്. അടുത്ത ഇനി വ്യക്തമാക്കാനാണ്. അൽ അൻസാർ, ആരാണ് അൻസാർ എന്നത്? മുഹാജിറുകളെ സ്വീകരിച്ച മദീനയിലെ സ്വഹാബികളാണ് അൻസാറുകൾ. അടുത്തത് സഅദ് റളിയല്ലാഹു അൻഹു മുഹാജിറായ തന്റെ സഹോദരന് പങ്കുവച്ചത് എന്തെല്ലാമാണ് പങ്കുവച്ചത്? എന്റെ സമ്പത്തിന്റെ പകുതി നിങ്ങൾക്കെടുക്കാം. എനിക്ക് 2 ഭാര്യമാരുണ്ട്. അവരിൽ ഒരാളെ ഞാൻ വിവാഹമോചനം ചെയ്ത് നിങ്ങൾക്ക് അവരെ വിവാഹം കഴിക്കാൻ അവസരം ഒരുക്കാം. ഇതാണ് സഅദ് റളിയല്ലാഹു അൻഹു മുഹാജിറായ തന്റെ സഹോദരനോട് പറഞ്ഞത്. അപ്പൊ അവിടെ സമ്പത്തും തന്റെ ഭാര്യയെയുമാണ് പങ്കുവെക്കാൻ അദ്ദേഹം തയ്യാറായത്. അടുത്തത് ബദർ യുദ്ധത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥന എന്തായിരുന്നു? അള്ളാഹുവേ, ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിച്ചാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഒരാളും ഉണ്ടാവുകയില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്. അടുത്തത് ആരാണ് പറഞ്ഞത് എന്ന് എഴുതാനാണ്. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ എനിക്ക് മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി. ഇത് ആരോട് പറഞ്ഞതാണ്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് സഹോദരനായ സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അടുത്തത് ഒരു പള്ളി പണിയാനായി പറ്റുന്ന ഭൂമി കാണിച്ചു തരൂ. ഇതാരാ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. ഒരു പള്ളി പണിയാൻ പറ്റുന്ന ഭൂമി കാണിച്ചു തരൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. ഇനി പൂരിപ്പിക്കാനാണ്. അല്ലാഹുമ്മ ലാ ഐസ ഇല്ലാ ഐസു. എന്താണ്? അല്ലാഹുമ്മ ലാ ഐസ ഇല്ലാ ഐസുൽ ആഖിറത്തി ഫഗ്ഫിർ ലി അൻസാരി വൽ മുഹാജിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൻ നബവിയുടെ
നിർമ്മാണത്തിനിടെ ഇങ്ങനെ പറഞ്ഞു: അള്ളാഹുവേ, പരലോക ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല, അൻസാറുകൾക്കും മുഹാജിറുകൾക്കും പുറത്തു കൊടുക്കണമേ. അപ്പോൾ പൂർത്തിയാക്കി കൊടുക്കാം. ഇതേപോലെ നിന്നിട്ട് ആശയം എഴുതാനൊക്കെ വന്നാലൊക്കെ നമുക്ക് എഴുതാൻ കഴിയണം. ഇത്രയാണ് ഈ ചോദ്യ പേപ്പറിലുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് അടുത്ത ചോദ്യ പേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും തെറ്റുകളൊക്കെ സംഭവിക്കുകയാണെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.